നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ചൂണ്ടൽ വെട്ടുകാട് കോറിയിൽ കുളിക്കാനിറങ്ങിയ 23 വയസ്സുകാരൻ മുങ്ങി മരിച്ചു. കൂനമൂച്ചി കൊള്ളന്നൂർ വീട്ടിൽ സേവ്യറിന്റെ മകൻ നവീനാണ് മരിച്ചത്. ചൂണ്ടൽ കുറ്റിപ്പുറം സംസ്ഥാന പാതയിലെ കുന്നംകുളം മുതൽ പെരുമ്പിലാവ് വരെയുള്ള മേഖലകളിൽ അപകടങ്ങൾ തുടർക്കഥകളാകുന്നു. നിർമ്മാണ ജോലികൾ പാതി വഴിയിൽ നിർത്തിയതും കനത്ത മഴയുമാണ് അപകടങ്ങൾക്ക് കാരണം. കൊച്ചന്നൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ കോമ്പൗണ്ടിനകത്തെ മുറിഞ്ഞു വീണ തേക്കുമരം മുറിച്ചുമാറ്റിയ വിവാദത്തിൽ പ്രതികരണവുമായി സ്കൂൾ പ്രിൻസിപ്പാൾ. ദുരുദ്ദേശപരമായ നീക്കത്തെ താൻ തടഞ്ഞതിനാലാണ് വിവാദങ്ങളിലേക്ക് തന്നെ വലിച്ചിഴച്ചതെന്ന് പ്രിൻസിപ്പാൾ. ഗുരുവായൂരിൽ ബസ് സ്റ്റാൻഡ് നിർമ്മാണത്തിന്റെ ഭാഗമായി ഗതാഗത പരിഷ്കരണം ആരംഭിച്ചു. പരീക്ഷണാടിസ്ഥാനത്തിൽ നടത്തിയ പരിഷ്കാരം വിജയകരമായിരുന്നുവെന്ന് നഗരസഭാ ചെയർമാൻ. നിർമ്മാണത്തിനായി ബസ് സ്റ്റാൻഡ് യാർഡ് പൂർണ്ണമായും അടച്ചു. തൃശൂർ കുറ്റിപ്പുറം റോഡ് നിർമ്മാണ സ്തംഭനം. കോൺഗ്രസ് പ്രക്ഷോഭത്തിലേക്ക്. ബുധനാഴ്ച രാവിലെ കേച്ചേരിയിൽ പാവർട്ടി ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രക്ഷോഭം സംഘടിപ്പിക്കും. വിശദമായ വാർത്തയിലേക്ക്. ചൂണ്ടൽ വെട്ടുകാട് ക്വാറിയിൽ കുളിക്കാനിറങ്ങിയ 23 വയസ്സുകാരൻ മുങ്ങി മരിച്ചു. കൂനമൂച്ചി കൊള്ളന്നൂർ വീട്ടിൽ സേവ്യറിന്റെ മകൻ നവീനാണ് മരിച്ചത്. ഇന്നലെ വൈകിട്ട് ക്വാറിക്ക് സമീപത്ത് കൂട്ടുകാരുമൊത്ത് ഇരിക്കുകയായിരുന്ന യുവാവ് നീന്താൻ വേണ്ടി ക്വാറിയിൽ ഇറങ്ങിയപ്പോൾ മുങ്ങിപ്പോകുകയായിരുന്നു. ഒപ്പമുണ്ടായിരുന്ന സുഹൃത്ത് യുവാവിനെ രക്ഷിക്കാൻ ശ്രമിച്ചെങ്കിലും ശ്രമം വിഫലമായി. തുടർന്ന് അഗ്നിരക്ഷാസേനയെ വിവരം അറിയിച്ചു. കുന്നംകുളം ഗുരുവായൂർ അഗ്നിരക്ഷാസേന ഉദ്യോഗസ്ഥർ സംയുക്തമായി നടത്തിയ തെരച്ചിലിനൊടുവിലാണ് ഇന്നലെ രാത്രിയോടെ മൃതദേഹം കണ്ടെത്തിയത്. പോസ്റ്റ്മോർട്ടം നടപടികൾക്കു ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകിയ മൃതദേഹം കൂനമൂച്ചി സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് പള്ളി സെമിത്തേരിയിൽ സംസ്കാരം നടത്തി. ജീന മാതാവും നേഹ സഹോദരിയുമാണ്. ഗുരുവായൂരിൽ ബസ് സ്റ്റാൻഡ് നിർമ്മാണത്തിന്റെ ഭാഗമായി ഗതാഗത പരിഷ്കരണം ആരംഭിച്ചു. ബസ് സ്റ്റാൻഡ് നിർമ്മാണം പൂർത്തിയാകുന്നതുവരെ പരിഷ്കരണം തുടരും. നിർമ്മാണത്തിനായി ബസ് സ്റ്റാൻഡ് യാർഡ് പൂർണ്ണമായും അടച്ചു. ബസ്സുകൾ കിഴക്കേ നടയിലെയും പടിഞ്ഞാറേ നടയിലെയും താൽക്കാലിക സ്റ്റാൻഡുകളിൽ പാർക്ക് ചെയ്യാനാണ് തീരുമാനം. ചൊവ്വല്ലൂർപ്പടി വഴി തൃശൂരിലേക്ക് പോകുന്ന ബസ്സുകൾ ഔട്ടർ റിംഗ് റോഡിലെ നഗരസഭയുടെ അഗതി മന്ദിരത്തിന് സമീപമുള്ള പാർക്കിംഗ് സമുച്ചയത്തിൽ നിന്ന് സർവീസ് ആരംഭിക്കും. തിരിച്ചുവരുന്ന ബസ്സുകൾ പാലത്തിൽ നിന്ന് ഇടത്തോട്ട് തിരിഞ്ഞ് പടിഞ്ഞാറേ നട കൈരളി ജംഗ്ഷൻ വഴി പാർക്കിംഗ് സമുച്ചയത്തിലെത്തും. ചാവക്കാട് കുന്നംകുളം ഭാഗത്തു നിന്ന് വരുന്ന ബസ്സുകൾ മമ്മിയൂർ കൈരളി ജംഗ്ഷൻ വഴി ഇടത്തോട്ട് തിരിഞ്ഞ് ഔട്ടർ റിംഗ് റോഡിലേക്ക് പ്രവേശിച്ച് മഞ്ചുളാൽ ജംഗ്ഷൻ വഴി ഔട്ടർ റിംഗ് റോഡ് ചുറ്റി പടിഞ്ഞാറേ നടയിലെ പഴയ മായ ബസ് സ്റ്റാൻഡിൽ എത്തി അവിടെ നിന്ന് സർവീസ് ആരംഭിക്കും. KSRTC ബസ്സുകൾ പടിഞ്ഞാറേ നടയിലെ സ്റ്റാൻഡിൽ നിന്ന് കൈരളി ജംഗ്ഷൻ വഴി ഔട്ടർ റിംഗ് റോഡ് ചുറ്റി സർവീസ് നടത്തണം. പരീക്ഷണാടിസ്ഥാനത്തിൽ ഇന്ന് നടത്തിയ പരിഷ്കാരം വിജയകരമായിരുന്നുവെന്ന് നഗരസഭാ ചെയർമാൻ കൃഷ്ണദാസ് പറഞ്ഞു. സ്വാഭാവികമായും ട്രയലാണ് എന്നതുകൊണ്ട് തുടക്കത്തിൽ ചില്ലറ പ്രയാസങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ ഉച്ചയോടുകൂടി ആ പ്രയാസമെല്ലാം മാറി വളരെ സുഗമമായി തന്നെ യാത്ര ചെയ്യാൻ സാധിക്കുന്നു എന്നതാണ് കാണുന്നത്. ഇനി അതിന് എന്തെങ്കിലും കുറവുകളുണ്ടോ ന്യൂനതകളുണ്ടോ എന്ന കാര്യം പരിശോധിക്കാനും അത് പരിഹരിക്കാനുമായി വീണ്ടും കൂടിയാലോചന വെച്ചിട്ടുണ്ട്. ജനങ്ങളുടെ എല്ലാ നിലയിലുള്ള സഹകരണം ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്, തുടർന്നും ഉണ്ടാവണം. എത്രയും വേഗം നമുക്ക് ഗുരുവായൂർ നഗരസഭയുടെ ഏറ്റവും ആധുനിക രീതിയിലുള്ള കേരളത്തിലെ തന്നെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു ബസ് ടെർമിനൽ സ്ഥാപിക്കുന്നതിന് എല്ലാ പിന്തുണയും ജനങ്ങളുടെ ഭാഗത്തുണ്ടാവും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. പരീക്ഷണം അവലോകനം ചെയ്യാൻ നഗരസഭ വൈകിട്ട് പോലീസിന്റെയും മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരുടെയും യോഗം വിളിച്ചു ചേർത്തു. പരീക്ഷണം വിജയകരമായിരുന്നു എന്ന യോഗം വിലയിരുത്തി. പരീക്ഷണ ദിവസം കണ്ടെത്തിയ ന്യൂനതകൾ നാളെ മുതൽ പരിഹരിക്കും. ഗതാഗത നിയന്ത്രണത്തിന് താൽക്കാലിക പോലീസിനെ നിയോഗിക്കാൻ തീരുമാനിച്ചു. പരിശീലനം നൽകിയ 25ഓളം സ്പെഷ്യൽ പോലീസ് ഓഫീസർമാരെ നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി നിയമിക്കും. ഊരാളുങ്കൽ ലേബർ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയാണ് ബസ് സ്റ്റാൻഡ് നിർമ്മാണം കരാർ എടുത്തിരിക്കുന്നത്. 2.5 വർഷം കൊണ്ട് പൂർത്തീകരിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. CCTV ന്യൂസ്, ഗുരുവായൂർ. കൊച്ചന്നൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ കോമ്പൗണ്ടിനകത്തെ മുറിഞ്ഞുവീണ തേക്കുമരം മുറിച്ചുമാറ്റിയ വിവാദത്തിൽ പ്രതികരണവുമായി സ്കൂൾ പ്രിൻസിപ്പാൾ. ദുരുദ്ദേശപരമായ നീക്കത്തെ തടഞ്ഞതിനാലാണ് വിവാദങ്ങളിലേക്ക് തന്നെ വലിച്ചിഴച്ചതെന്ന് പ്രിൻസിപ്പാൾ പറഞ്ഞു. ശനിയാഴ്ച കാലത്ത് 6 മണിക്കാണ് സ്കൂൾ വളപ്പിലെ വൻ തേക്കുമരം കടപുഴകി ഇലക്ട്രിക് കമ്പിക്ക് മുകളിലേക്ക് വീണത്. ഇതുമൂലം കൊച്ചന്നൂർ ആറ്റുപുറം റോഡിലെ ഗതാഗതം ദീർഘനേരം തടസ്സപ്പെടുകയും ചെയ്തു. സംഭവസമയം റോഡിൽ വാഹനവും കാൽനടയാത്രക്കാരും ഇല്ലാതിരുന്നതിനാൽ വൻ ദുരന്തം ഒഴിവായി.
നാട്ടുകാർ, സ്കൂൾ പ്രിൻസിപ്പാൾ, HM, ജനപ്രതിനിധികൾ എന്നിവരെ വിളിച്ചറിയിക്കുകയും ചെയ്തു. തുടർന്ന് സ്ഥലത്തെത്തിയ ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ റഹീം വീട്ടിപ്പറമ്പിൽ, വടക്കേക്കാട് പഞ്ചായത്ത് മെമ്പർമാർ തുടങ്ങിയവർ സ്ഥലത്തെത്തുകയും അഗ്നിരക്ഷാസേനയെ വിളിച്ച് മരം മുറിച്ച് നീക്കുവാനുള്ള നടപടികൾ ആരംഭിക്കുകയും ചെയ്തു. തുടർന്ന് സ്ഥലത്തെത്തിയ താൻ ആർക്കും തടസ്സമില്ലാതെ കിടന്നിരുന്ന വലിയ മരത്തടി കഷ്ണങ്ങളാക്കുന്നത് തടയുക മാത്രമാണ് ചെയ്തത്. നിയമത്തിന്റെ ഭാഗമായി അതും പരിസരവും ഫോട്ടോ എടുക്കുകയും ചെയ്തു. ഇവരുടെ ദുരുദ്ദേശം നടക്കാത്തതുമായുണ്ടായ സംഭവമാണ് വിവാദത്തിലേക്ക് തന്നെ വലിച്ചിഴയ്ക്കാനുണ്ടായ കാരണം എന്ന് പ്രിൻസിപ്പാൾ പറഞ്ഞു. മരം മുറിച്ചു നീക്കി സഞ്ചാരയോഗ്യമാക്കിയവരെ താൻ ഭീഷണിപ്പെടുത്തിയെന്നാണ് നാട്ടുകാർ തനിക്കെതിരെ ഉയർത്തിയ ആരോപണം. വാസ്തവ വിരുദ്ധമായ പ്രസ്താവനകൾ നൽകി തന്നെ അപമാനിക്കാൻ ശ്രമിക്കുന്നവർ സത്യം മനസ്സിലാക്കണമെന്നും കൂടുതൽ വിവാദങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ഇവരുടെ കുപ്രചാരണങ്ങൾക്ക് പ്രതികരിക്കാൻ താനില്ല എന്നും പ്രിൻസിപ്പാൾ പറഞ്ഞു. CCTV ന്യൂസ്, പുന്നേർകുളം. ചൂണ്ടൽ കുറ്റിപ്പുറം സംസ്ഥാന പാതയിലെ കുന്നംകുളം മുതൽ പെരുമ്പിലാവ് വരെയുള്ള മേഖലകളിൽ അപകടങ്ങൾ തുടർക്കഥകളാകുന്നു. പാറേമ്പാടത്ത് വെള്ളം ഒഴുകിപ്പോകാനായി റോഡ് ക്രോസ് ചെയ്തുകൊണ്ട് നിർമ്മിച്ച കൾവേർട്ടിന് സമീപത്താണ് നിരവധി വാഹനങ്ങൾ ഡ്രൈവർമാരുടെ ശ്രദ്ധയിൽപ്പെടാതെ ഗട്ടറിൽ വീണ് യാത്രക്കാർക്ക് പരിക്കേൽക്കുന്നത്. കഴിഞ്ഞ ദിവസം KSRTC ബസും തുടർന്ന് ബൈക്ക്, കാർ യാത്രക്കാരും ഇത്തരത്തിൽ ഗട്ടറിൽ വീണ് പരിക്കേറ്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. ശനിയാഴ്ച രാത്രിയിൽ പെരുമ്പിലാവ് അൻസാർ സ്കൂളിന് സമീപത്തെ പെട്രോൾ പമ്പിന് മുൻവശത്തും ഇത്തരത്തിൽ അപകടമുണ്ടായിരുന്നു. ഇതുവഴി വന്ന ബസ് ബ്രേക്ക് ചെയ്തതിനെ തുടർന്ന് ഇരുചക്രവാഹനങ്ങൾ കൂട്ടിയിടിച്ചും അപകടമുണ്ടായി. റോഡ് വികസനത്തിന്റെ ഭാഗമായുള്ള വെള്ളം ഒഴുകിപ്പോകാനുള്ള കൾവേർട്ട് നിർമ്മിച്ചിരുന്നത് ഇതുവരെയായിട്ടും നിർമ്മാണം പൂർത്തിയാക്കാത്തതിനാൽ താൽക്കാലിക ടാറിംഗ് ചെയ്തതിലെ അപാകത മൂലം റോഡ് ഇരുവശവും ഉയർന്നു പൊങ്ങിയാണ് നിലനിൽക്കുന്നത്. കനത്ത മഴയെ തുടർന്ന് റോഡിന്റെ മധ്യഭാഗത്തായി വലിയ ഒരു കുഴിയും രൂപപ്പെട്ടിട്ടുണ്ട്. അക്കിക്കാവ് ജംഗ്ഷനിലും ഇത്തരത്തിലുള്ള കുഴികളുണ്ട്. വേഗതയിൽ വരുന്ന വാഹനങ്ങൾ ഇവിടെ എത്തിയാൽ ബ്രേക്കിടുക പതിവാണ്. തുടർന്ന് പുറകിലുള്ള വാഹനങ്ങളുടെ കൂട്ടിയിടിയും ഇവിടെ പതിവായിരിക്കുകയാണ്. റോഡ് നിർമ്മാണ ജോലികൾ പൂർണ്ണമാകാതെ പാതിവഴിയിൽ നിർത്തിയതും കനത്ത മഴയുമാണ് അപകടങ്ങൾക്ക് പ്രധാന കാരണങ്ങളെന്ന് നാട്ടുകാർ കുറ്റപ്പെടുത്തി. അടിയന്തരമായി പാറേമ്പാടം മുതൽ കടവല്ലൂർ വരെയുള്ള സംസ്ഥാന പാതയിലെ റോഡിന്റെ അപാകതകളും മഴയെ തുടർന്നുണ്ടായ കുഴികളും അടച്ച് ഗതാഗതം സുഗമമാക്കണമെന്ന് വെൽഫെയർ പാർട്ടി കുന്നംകുളം മണ്ഡലം കമ്മിറ്റി അധികാരികളോട് ആവശ്യപ്പെട്ടു. CCTV ന്യൂസ്, പെരുമ്പിലാവ്. പറക്കാട് ജ്യോതി അങ്കണവാടിയിൽ നിന്നും 35 വർഷത്തെ സേവനത്തിന് ശേഷം വിരമിക്കുന്ന ഹെൽപ്പർ KA മീനാക്ഷിക്ക് ജ്യോതി അങ്കണവാടി നാട്ടുകൂട്ടായ്മയുടെ നേതൃത്വത്തിൽ യാത്രയയപ്പ് നൽകി. യാത്രയയപ്പ് സമ്മേളനം മുരളി പെരുന്നെല്ലി MLA ഉദ്ഘാടനം ചെയ്തു. മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് വികസന സ്ഥിരം സമിതി ചെയർപേഴ്സൺ ലീന ശ്രീകുമാർ അധ്യക്ഷയായി. ഡോക്ടർ ഉണ്ണികൃഷ്ണൻ തെക്കേപ്പാട്ട് മുഖ്യാതിഥിയായി. കോൺഗ്രസ് എളവള്ളി മണ്ഡലം പ്രസിഡന്റ് പ്രസാദ് വാഗ, CPIM എളവള്ളി ലോക്കൽ സെക്രട്ടറി PV അശോകൻ, യാത്രയയപ്പ് കമ്മിറ്റി കൺവീനർ പരമേശ്വരൻ തച്ചങ്കുളം, യാത്രയയപ്പ് കമ്മിറ്റി ട്രഷറർ ശ്രീജിത്ത് പറക്കാട്, ജ്യോതി അങ്കണവാടി അധ്യാപിക വിനീത എന്നിവർ സംസാരിച്ചു. മീനാക്ഷി മറുപടി പ്രസംഗം നടത്തി. അങ്കണവാടി വിദ്യാർത്ഥികളും പൂർവ്വ വിദ്യാർത്ഥികളും അവതരിപ്പിച്ച വിവിധ കലാപരിപാടികൾ അരങ്ങേറി. കോൺഗ്രസ് നേതാവും വ്യാപാരി വ്യവസായി കോൺഗ്രസ് ജില്ലാ സെക്രട്ടറിയുമായ MH നൌഷാദിനെ കയ്യേറ്റം ചെയ്ത എരുമപ്പെട്ടി പോലീസ് സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസർ നൌഷാദ് ഭീഷണിപ്പെടുത്തിയ സ്റ്റേഷൻ ഹൌസ് ഓഫീസർ അജിത്ത് എന്നിവർക്കെതിരെ വകുപ്പുതല നടപടി സ്വീകരിച്ചില്ലെങ്കിൽ പ്രതിഷേധ സമര പരിപാടികളുമായി മുന്നോട്ടു പോകുമെന്ന് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കഴിഞ്ഞ ബുധനാഴ്ച രാവിലെയാണ് പരാതിക്കിടയാക്കിയ സംഭവമുണ്ടായത്. കേസിന്റെ കാര്യം സംസാരിക്കാൻ സ്റ്റേഷൻ ഹൌസ് ഓഫീസറെ നേരിൽ വന്ന് കാണണം എന്നാവശ്യപ്പെട്ട് പോലീസ് ഉദ്യോഗസ്ഥൻ വിളിച്ചതിനെ തുടർന്നാണ് നൌഷാദ് സ്റ്റേഷനിലെത്തിയത്. തുടർന്ന് പ്രതികളുടെ ബെഞ്ചിലിരിക്കാൻ CPO നൌഷാദ് ആവശ്യപ്പെട്ടു. എന്നാൽ നിലവിൽ ഒരു കേസുപോലുമില്ലാത്ത MH നൌഷാദ് ഇത് അനുസരിച്ചില്ല. തുടർന്ന് CPO നൌഷാദ് MH നൌഷാദിനെ കഴുത്തിൽ പിടിച്ച് തള്ളുകയും കയ്യേറ്റം ചെയ്യുകയുമായിരുന്നു. ഇതേക്കുറിച്ച് SHO അജിത്തിനോട് പറഞ്ഞപ്പോൾ ഇതിനെതിരെ പരാതി നൽകിയാൽ തന്നെ കേസെടുത്ത് അകത്താക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയതായും ആരോപണമുണ്ട്. സ്റ്റേഷനിലേക്ക് വിളിച്ചു, സാറ് വിളിച്ചു, ഞാൻ വന്നു. എന്നെ ആരും കൊണ്ടുവന്നൊന്നുമല്ല, ഞാൻ അങ്ങോട്ട് വിളിച്ചപ്പോൾ ഇങ്ങോട്ട് വന്നു. ഞാൻ വേറെ ആരും കൂട്ടിയിട്ടല്ല വന്നിരിക്കുന്നത്, ഒറ്റയ്ക്ക് വന്നിരിക്കുന്നത്. വന്നപ്പോൾ കൃത്യമായിട്ട് ഞാൻ സാറുണ്ടോന്നാണ് ചോദിച്ചത്. അതിനുണ്ടായ പ്രകോപനങ്ങൾ എൻ്റെ കൈ പിടിച്ചിട്ട് തിരിപ്പിച്ച് ഞാൻ ചോര കളർ അദ്ദേഹത്തിന് കാണിച്ചു കൊടുത്തു. പിടിച്ചു വലിച്ചു ഇങ്ങനെ കുളത്തിലേക്ക്. ഞാൻ ഇതിൽ ശരിക്കും ചെയ്യേണ്ടത് നിയമപരമായി മേലാധികാരികൾക്ക് പരാതി കൊടുക്കുക, ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റ് ചെയ്യുക ചെയ്യേണ്ടത്. അങ്ങനെ ചെയ്താൽ എൻ്റെ പേരിൽ ഞാൻ 151 കേസെടുത്ത് ഉള്ളിലിടുന്നു പറഞ്ഞു CI. അപ്പോൾ ഇതെൻ്റെ പ്രശ്നം, ഇതാണ് യഥാർത്ഥത്തിലുള്ള പ്രശ്നം. കാരണം എന്താ വെച്ചാൽ ഞാൻ പരാതിയായിട്ട് വന്നാലോ ഞാൻ എന്ത് പറഞ്ഞാലും എൻ്റെ പേരിൽ കേസെടുത്ത് ഉള്ളിലിടാനേ താല്പര്യം. കുറ്റം ചെയ്താൽ മാന്യം. സംഭവത്തെക്കുറിച്ച് പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകിയിട്ടുണ്ടെങ്കിലും നടപടിയുണ്ടായിട്ടില്ല.
ആരോപണ വിധേയരായ ഉദ്യോഗസ്ഥർക്കെതിരെ എത്രയും പെട്ടെന്ന് വകുപ്പ് നടപടി സ്വീകരിക്കണമെന്നും അല്ലാത്തപക്ഷം പോലീസ് സ്റ്റേഷൻ മാർച്ച് ഉൾപ്പെടെയുള്ള പ്രക്ഷോഭ പരിപാടികൾക്ക് നേതൃത്വം നൽകുമെന്നും മണ്ഡലം പ്രസിഡന്റ് ഷറഫു പന്നിത്തടം പറഞ്ഞു. ഇനിയും ഇതുപോലുള്ള കാര്യങ്ങൾ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഉണ്ടായിട്ടുള്ള പോലെ സാന്നിടുകയാണെങ്കിൽ ഞങ്ങൾ മുന്നോട്ട് എന്തായാലും ജില്ലാ കമ്മിറ്റിയുമായി ആലോചിച്ചിട്ട് വളരെ ശക്തമായി കൊണ്ട് എങ്ങനെയൊക്കെ അടിച്ചമർത്താൻ നോക്കിയാലും ഞങ്ങൾ ജനാധിപത്യ രീതിയിൽ മാന്യമായി ഞങ്ങൾ സമരം. എരുമപ്പെട്ടി പ്രസ് ക്ലബ്ബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പ്രവാസി കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി യാവുട്ടി ചിറമനേങ്ങാട്, മണ്ഡലം വൈസ് പ്രസിഡന്റ് സലാം വലിയകത്ത്, MH നൌഷാദ്, ബിജു ആദൂർ, അക്ഷയ് എന്നിവർ പങ്കെടുത്തു. CCTV ന്യൂസ്, എരുമപ്പെട്ടി. തൃശൂർ കുറ്റിപ്പുറം റോഡ് നിർമ്മാണ സ്തംഭനം. കോൺഗ്രസ് പ്രക്ഷോഭത്തിലേക്ക്. ബുധനാഴ്ച രാവിലെ കേച്ചേരിയിൽ പ്രക്ഷോഭം സംഘടിപ്പിക്കുവാൻ പാവർട്ടി ബ്ലോക്ക് കമ്മിറ്റി യോഗം തീരുമാനിച്ചു. തൃശൂർ കുറ്റിപ്പുറം സംസ്ഥാന പാതയുടെ നിർമ്മാണത്തിന് ജർമ്മൻ സർക്കാരിന്റെ സഹായധനമായ 229 കോടി രൂപ ലഭിച്ചിട്ടും റോഡ് പണി സ്തംഭിച്ചതിന്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് മണലൂർ MLA മുരളി പെരുന്നെല്ലിക്ക് ഒഴിഞ്ഞുമാറാനാകില്ലെന്നും കല്ലുംപുറം മുതൽ തൃശൂർ പാർമേക്കാവ് ക്ഷേത്രനട വരെയുള്ള 4-വരി പാതയിൽ മണലൂർ നിയോജക മണ്ഡലത്തിലൂടെ കടന്നുപോകുന്ന ചൂണ്ടൽ സെന്റർ മുതൽ മഴുവഞ്ചേരി വരെയുള്ള ഭാഗം മാത്രമാണ് 2-വരി പാതയായി അവശേഷിച്ചിട്ടുള്ളത്. ഇതിനെതിരെ ചെറുവിരൽ പോലും അനക്കുവാൻ മണലൂർ MLA തയ്യാറായിട്ടില്ലെന്നും കോൺഗ്രസ് പാവർട്ടി ബ്ലോക്ക് കമ്മിറ്റി യോഗം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് KPCC സെക്രട്ടറി CC ശ്രീകുമാർ പറഞ്ഞു. 229 കോടി രൂപയുടെ പൂർത്തീകരിക്കേണ്ട പദ്ധതി 500 കോടി രൂപയുണ്ടായാൽ പോലും നമുക്ക് പൂർത്തീകരിക്കാൻ പറ്റില്ല. ഇനി 500 കോടി രൂപ വെച്ച് പുതിയൊരു കരാറോ പുതിയൊരു കമ്പനിയും വന്നാൽ ഏകദേശം 18 കോടി രൂപയോളം ചെലവഴിച്ച ഈ നിർമ്മാണ കമ്പനി കോടതിയിൽ പോകും. അതായത് ഈ റോഡ് നിർമ്മാണം ചുരുങ്ങിയത് 5 വർഷമെങ്കിലും ഇതേ അവസ്ഥയിൽ കിടക്കുന്ന ഒരു സാഹചര്യമാണ്. ആ സാഹചര്യത്തിലാണ് ദൈവങ്ങളെ ഈ പറയുന്ന ഈ പ്രദേശം കിടക്കുന്നത്. തൃശൂർ, അതുപോലെ തന്നെ വടക്കാഞ്ചേരിയും, അതുപോലെ തന്നെ മണലൂരും, അതുപോലെ കുന്നോളം ഉൾപ്പെടുന്ന നിയോജകമണ്ഡലത്തിലെ MLA-മാർ എല്ലാ ആളുകളും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ്. ഈ ഇടതുപക്ഷ ജനാധിപത്യ MLA-മാർ ആദ്യം തന്നെ ഒരു ചെറുപേർക്ക് പോലും ഇതിനു വേണ്ടി അനക്കിയില്ലാതെ തന്നെയാണ് ഇതിലെ വിഷയം. പാവർട്ടി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് CJ സ്റ്റാൻലി അധ്യക്ഷത വഹിച്ചു. ബുധനാഴ്ച രാവിലെ കേച്ചേരിയിൽ പ്രക്ഷോഭം സംഘടിപ്പിക്കുവാൻ യോഗം തീരുമാനിച്ചു. 4-വരി പാതയ്ക്കായി 2019 കേച്ചേരി പുഴയ്ക്ക് കുറുകെ നിർമ്മാണം ആരംഭിച്ച് അപ്രോച്ച് റോഡ് പണിയാതെ ഉപേക്ഷിച്ച് അനാഥമായി കിടക്കുന്ന കേച്ചേരി പാലത്തിൽ വമ്പൻ റീത്ത് സമർപ്പിച്ചുകൊണ്ട് സമരത്തിന് തുടക്കം കുറിക്കും. കോൺഗ്രസ് ബ്ലോക്ക് ഭാരവാഹികളായ ജെയ്സൺ ചാക്കോ, ജെറോം ബാബു, PV നിവാസ്, MM ഷംസുദ്ദീൻ, NA നൌഷാദ്, ബാബു ആളൂർ, മണ്ഡലം പ്രസിഡന്റുമാരായ RM ബഷീർ, ഷാജു തരകൻ, പ്രസാദ് വാഗ, ആൻഡോ ലിജോ എന്നിവർ സംസാരിച്ചു. CCTV ന്യൂസ്, കേച്ചേരി. മുപ്ലിവണ്ടുകളുടെ ശല്യം മൂലം വീട്ടിൽ കിടന്നുറങ്ങാൻ കഴിയാതെ കുടുംബം. കടപ്പുറം ബ്ലാങ്ങാട് കാളിരകത്ത് ഉണ്ണികൃഷ്ണനും ഭാര്യയും 4 മക്കളും ചേർന്ന കുടുംബമാണ് അന്തിയുറങ്ങാൻ മറ്റുള്ളവരുടെ വീട് ആശ്രയിക്കുന്നത്. ഒരു നേരത്തെ ആഹാരം വയ്ക്കുവാനോ ഒന്ന് കിടന്നുറങ്ങുവാനോ പറ്റാത്ത അവസ്ഥ. വിദ്യാർത്ഥികളായ 4 മക്കൾക്കും പാഠപുസ്തകങ്ങളൊന്നും തുറക്കാൻ പോലും പറ്റുന്നില്ല. വൈകുന്നേരമായാൽ വണ്ടുകൾ മേൽക്കൂരയിൽ നിന്നും താഴേക്ക് ഇറങ്ങുന്നത് മൂലം വീട്ടിൽ നിന്നും പുറത്തിറങ്ങേണ്ട അവസ്ഥയാണ്. വീട്ടുപകരണങ്ങളെല്ലാം പുറത്തിട്ടിരിക്കുകയാണ്. മുപ്ലിവണ്ടുകളെ തുരത്താനുള്ള മാർഗങ്ങൾ ഓരോന്നായി പരീക്ഷിക്കുമെങ്കിലും ഒന്നിലും ഗുണം കാണാനായിട്ടില്ല. കൂടാതെ മത്തിക്കായലിനോട് ചേർന്നാണ് വീട് നിൽക്കുന്നത്. കായലിൽ നിന്നും എത്തുന്ന ദുർഗന്ധവും കുടുംബക്കാരെ അലട്ടുന്നു. എത്രയും പെട്ടെന്ന് തന്നെ ബുദ്ധിമുട്ടുകൾക്ക് പരിഹാരം കാണണമെന്ന് വീട്ടുകാർ പറഞ്ഞു. രാത്രി കാലങ്ങളിൽ ഇപ്പോൾ കടക്കാൻ പറ്റില്ല. ഒരു സന്ധ്യ കഴിഞ്ഞ് കഴിഞ്ഞാല് ഈ ഒരു പാറ്റ വന്നത് ഈ കരിഞ്ചെള്ള് വന്ന് പ്രശ്നങ്ങൾ ലൈറ്റിന് മുന്നിലൊക്കെ പറന്ന് നടന്നിട്ട് നമുക്ക് ഇതിൽ കടക്കാൻ പറ്റില്ല. അത്രയും പ്രശ്നത്തിലാണ് ജീവിക്കുന്നത്. ഈ കണ്ടതുപോലെ ഒന്നല്ല, ഈ ഓലയ്ക്കുള്ളിലും അതേപോലെ തന്നെ ചുമരുകൾക്കുള്ളിലും ഈ പുറത്ത് കവുങ്ങ് തെങ്ങായാലും അതിനുള്ളിലൊക്കെ ഈ സാധനം പെരുകിയിരിക്കുകയാണ്. അതായത് വീടിന്റെ തൊട്ട് ബാക്കിലുള്ളത് മത്തിക്കായലാണ്. അപ്പോൾ ഇത് ഈ പറഞ്ഞ പോലെ എന്താ പറയുക, മഴക്കാലത്ത് വെള്ളം കയറുന്ന സ്ഥലമാണ്. ഈ മത്തിക്കായലിന്റെ അവസ്ഥകൾ നമുക്ക് നോക്കാൻ പോലും പറ്റില്ല. അത്രയും സ്മെല്ലും ആ വെള്ളം ഒഴുകണമെന്നൊക്കെ തന്നെ മനസ്സിലാവും. കറുത്ത വെള്ളമാണ് അതിൽ ഒഴുക്കുന്നത്. ഈ കരിഞ്ചെള്ളും അതിന്റെ സ്മെല്ലും എല്ലാം കൂടെ നമുക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. CCTV ന്യൂസ്, ചാവക്കാട്. ചാവക്കാട് മുനിസിപ്പാലിറ്റി 7-ാം വാർഡിൽ മഴവെള്ളം കെട്ടിക്കിടക്കുന്ന റോഡുകൾ വൃത്തിയാക്കി. വാർഡ് കൗൺസിലർ മഞ്ജു സുഷിയുടെ നേതൃത്വത്തിലാണ് പ്രവർത്തനങ്ങൾ നടത്തിയത്. ദേവി റോഡ്, ഓങ്ങൽ റോഡ്, ജനകീയ ആസൂത്രണ റോഡ് എന്നിവിടങ്ങളിൽ കെട്ടിക്കിടക്കുന്ന വെള്ളം ചാലുകീറി ഒഴുക്കിക്കളഞ്ഞ് ചെളി നീക്കം ചെയ്തു. കൾവർട്ടിലേക്ക് പോകുന്ന ഒഴുക്ക് നിലച്ച കാനകളും വെള്ളം കെട്ടി നിൽക്കാൻ സാധ്യതയുള്ള കാനകളും വൃത്തിയാക്കി. ഗ്യാസ് കണക്ഷനും വാട്ടർ കണക്ഷനും വേണ്ടി കുഴിച്ച റോഡുകളിലാണ് ചെളിയും വെള്ളക്കെട്ടും ഉണ്ടായിരുന്നത്. യാത്രക്കാർക്ക് ബുദ്ധിമുട്ട് സൃഷ്ടിച്ച സാഹചര്യത്തിലാണ് വാർഡ് മെമ്പറുടെ നേതൃത്വത്തിൽ റോഡുകൾ വൃത്തിയാക്കിയത്.
അകലാട് ഖലീഫ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ പുന്നയൂർ ഗ്രാമപഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രവുമായി സഹകരിച്ച് സൗജന്യ മെഡിക്കൽ ക്യാമ്പും ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു. ഖലീഫ ട്രസ്റ്റ് അങ്കണത്തിൽ നടത്തിയ പരിപാടി ചാവക്കാട് താലൂക്ക് ആശുപത്രി ഡോക്ടർ മുഹമ്മദ് അസീർ ഉദ്ഘാടനം ചെയ്തു. പുന്നയൂർ പ്രാഥമികാരോഗ്യ കേന്ദ്രം HIMG ഗോപിക ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. ട്രസ്റ്റ് കൺവീനർ TK ഉസ്മാൻ അധ്യക്ഷത വഹിച്ചു. ട്രസ്റ്റി PP ഫൈസൽ, ഖലീഫ ട്രസ്റ്റ് ലേഡീസ് ഗ്രൂപ്പ് അംഗങ്ങളായ റസീന ഉസ്മാൻ, സഹീറ ദാവൂദ്, ട്രസ്റ്റ് മെമ്പർമാർ തുടങ്ങിയവർ പങ്കെടുത്തു. മഴക്കാല രോഗങ്ങളും ജീവിതശൈലി രോഗങ്ങളും പരിശോധിച്ച് സൗജന്യമായി മരുന്നുകൾ വിതരണം ചെയ്തു. ചാവക്കാട് താലൂക്ക് ആശുപത്രി ജീവനക്കാരായ സ്റ്റാഫ് നഴ്സ് ഷിമ, കൗൺസിലർ ഫാൻസി, ശില്പ, പുന്നയൂർ പ്രാഥമികാരോഗ്യ കേന്ദ്രം JHIമാരായ ജിത, ശാന്തികൃഷ്ണ, ശ്രീജ, MLSPമാർ, ആശാവർക്കർമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി. സംരക്ഷണ ഭിത്തിയില്ലാതെ അപകട ഭീഷണിയായി പോർക്കുളം പഞ്ചായത്തിലെ അഗതിയൂരിലെ കലവർണ്ണക്കുളം. നവീകരണത്തിന് 86 ലക്ഷം രൂപ അനുവദിച്ചിട്ടും നിർമ്മാണം തുടങ്ങിയില്ലെന്ന് പഞ്ചായത്ത് അംഗം നിമിഷ വിഗീഷ് ആരോപിച്ചു. 3 വർഷം മുൻപ് കുളത്തിൽ കുളിക്കാനെത്തിയ ഒരു വിദ്യാർത്ഥി മുങ്ങി മരിച്ചിരുന്നു. കുളത്തിനു ചുറ്റും സംരക്ഷണ ഭിത്തി ഇല്ലാത്തതിനെക്കുറിച്ച് CCTV നേരത്തെ വാർത്ത നൽകിയിരുന്നു. ഇതേ തുടർന്ന് കുളം നവീകരിക്കാനും സംരക്ഷണ ഭിത്തി നിർമ്മിക്കാനുമായി നഗരസഞ്ചയ പദ്ധതിയിൽ പണം അനുവദിച്ചിരുന്നു. മഴക്കാലത്തിനു മുൻപ് പണി നടത്തണമെന്ന് ആവശ്യപ്പെട്ടിട്ടും അധികൃതർ നടപടിയെടുത്തില്ലെന്ന് പഞ്ചായത്ത് അംഗം നിമിഷ വിഗീഷ് പറഞ്ഞു. പഞ്ചായത്തിലെ ഏറ്റവും വലിയ പൊതുകുളങ്ങളിൽ ഒന്നാണ് കലവർണ്ണക്കുളം. വെള്ളം നിറഞ്ഞുകിടക്കുന്ന കുളത്തിന്റെ ആഴമറിയാതെ കുളിക്കാനെത്തുന്നവർ അപകടത്തിൽപ്പെടുമെന്ന ഭയത്തിലാണ് നാട്ടുകാർ. ഞങ്ങളുടെ വാർഡിലെ വലിയൊരു കുളമാണ് കലവർണ്ണക്കുളം. ഇതിൻ്റെ പണിക്കായിട്ട് നമുക്ക് കഴിഞ്ഞ വർഷത്തിൽ തന്നെ പാസ്സായി കിടക്കുന്നതാണ്. 86 ലക്ഷം രൂപയാണ് ഈ കുളത്തിന് ആദ്യഘട്ടം എന്നുള്ള രീതിയിൽ പാസ്സായിട്ടുള്ളത്. അതിൻ്റെ കരാറുകാരൻ അഷറഫ് എന്നൊരു വ്യക്തിയാണ്. ഈ പണികൾ പൂർത്തീകരിക്കാൻ ആൾക്ക് സാധിക്കണില്ല. ഫണ്ട് കിട്ടാത്തതിൻ്റെ ബുദ്ധിമുട്ടുകളും ഉണ്ട്. നമ്മൾ നഗരസഞ്ചയ പദ്ധതിയിലാണ് നമുക്ക് ഈ കുളം പാസ്സായിരിക്കുന്നത്. ഇനിയിപ്പോൾ ഈ വെള്ളം കൂടിയ സാഹചര്യത്തിൽ ചെയ്യാൻ പറ്റുമെന്നും തോന്നുന്നില്ല. കുളം നവീകരിക്കാനും സംരക്ഷണ ഭിത്തി നിർമ്മിക്കാനും അടിയന്തര നടപടിയെടുക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. CCTV ന്യൂസ്, പെരുമ്പിലാവ്. പേവിഷബാധ എന്ന സംശയം എളവള്ളിയിൽ തെരുവുനായയെ കൂട്ടിലാക്കി നിരീക്ഷണം. എളവള്ളി ഗ്രാമപഞ്ചായത്തിലെ കോക്കൂർ മേഖലയിൽ പരിഭ്രാന്തി പരത്തിയ തെരുവുനായയെ പേവിഷബാധയുണ്ടെന്ന സംശയത്തിൽ പിടിച്ച് കൂട്ടിലടച്ചു. തെരുവുനായകളെ പിടിക്കുന്നതിൽ പ്രായോഗിക പരിജ്ഞാനമുള്ള തളിക്കുളം സ്വദേശി സുനിത അമ്പാടിയുടെ നേതൃത്വത്തിലാണ് തെരുവുനായയെ പിടിച്ചത്. കൂട്ടിലാക്കിയ നായയെ 7 ദിവസം നിരീക്ഷിക്കും. നായയിൽ നിന്നും കടിയേറ്റ 7 മറ്റു തെരുവുനായ്ക്കളെ എളവള്ളി വെറ്റിനറി ഡോക്ടർ CB അജിത് കുമാറിന്റെ സഹായത്തോടെ പേവിഷബാധയ്ക്കെതിരെയുള്ള കുത്തിവെപ്പ് നൽകി നിരീക്ഷിക്കുകയാണ്. രാവിലെ കോക്കൂർ മേഖലയെ ഭീതിയിലാക്കിയ വിവരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിയോ ഫോക്സിനെ നാട്ടുകാർ അറിയിക്കുകയായിരുന്നു. തുടർന്ന് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ അടിയന്തര നടപടികൾ സ്വീകരിച്ചാണ് ദൗത്യം പൂർത്തിയാക്കിയത്. തെരുവുനായകൾക്ക് റാബിസ് പ്രതിരോധ വാക്സിൻ ഗ്രാമപഞ്ചായത്ത് പദ്ധതി പ്രകാരം വർഷം തോറും നടന്നുവരുന്നുണ്ട്. CCTV ന്യൂസ്, കേച്ചേരി. വേലൂർ പഞ്ചായത്തിലെ സ്കൂളുകളിൽ തൊഴിലുറപ്പ് തൊഴിലാളികൾ ശുചീകരണ പ്രവർത്തനം നടത്തി. പഞ്ചായത്ത് പ്രസിഡന്റ് TR ഷോബി സെന്റ് സേവ്യർ UP സ്കൂളിൽ ശുചീകരണ പ്രവർത്തനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. വികസനകാര്യ ചെയർമാൻ ജോയ് CF RSRV ഹയർ സെക്കൻഡറി സ്കൂളിലും ക്ഷേമകാര്യ ചെയർപേഴ്സൺ ഷെർലി ദിലീപ് കുമാർ പുലിയന്നൂർ ഗവൺമെന്റ് UP സ്കൂളിലും ഉദ്ഘാടനം നിർവഹിച്ചു. ഗവൺമെന്റ് ഹൈസ്കൂൾ തയ്യൂരിൽ പഞ്ചായത്ത് മെമ്പർ വിമല നാരായണനും RMS സ്കൂളിലെ ശുചീകരണ ഉദ്ഘാടനം പഞ്ചായത്ത് മെമ്പർ ബിന്ദു ശർമ്മയും നിർവഹിച്ചു. സ്കൂൾ ജീവനക്കാർ, PTA, MPTA, OSA എന്നീ സംഘടനകളും ശുചീകരണ പ്രവർത്തനത്തിന് നേതൃത്വം നൽകി. പഞ്ചായത്തിലെ വിവിധ വാർഡുകളിലെ തൊഴിലുറപ്പ് പ്രവർത്തകരെ വിവിധ സ്കൂളുകളിലേക്ക് വിഭജിച്ചാണ് ശുചീകരണ പ്രവർത്തനം ഏകോപിപ്പിച്ചത്. പഴഞ്ഞി യുവധാര സംഘടിപ്പിക്കുന്ന 4ാമത് ഫ്ലഡ് ലൈറ്റ് ഫുട്ബോൾ മേളയുടെ ഫൈനൽ മത്സരങ്ങൾ ചൊവ്വാഴ്ച പഴഞ്ഞി സ്കൂൾ ഗ്രൗണ്ടിൽ വൈകിട്ട് 7 മണിക്ക് ആരംഭിക്കും. CPM പഴഞ്ഞി ലോക്കൽ സെക്രട്ടറിയായിരുന്ന ബാബു പുലിക്കോട്ടിലിന്റെ ഓർമ്മയ്ക്കായി നടത്തുന്ന ടൂർണമെന്റിൽ 40 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരാണ് അണിനിരക്കുന്നത്. ഇന്നലെ നടന്ന സെമി ഫൈനൽ മത്സരത്തിന്റെ ഉദ്ഘാടനം CPM തൃശൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം TK വാസുവും യൂത്ത് ഫുട്ബോൾ ടൂർണമെന്റിന്റെ സെമി ഫൈനൽ മത്സര ഉദ്ഘാടനം ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ NK ഹരിദാസനും നിർവഹിച്ചു. ലോക്കൽ കമ്മിറ്റി അംഗം AA മണികണ്ഠൻ അധ്യക്ഷത വഹിച്ചു. യുവധാര ചെയർമാൻ KR ബിനോഷ്, മെമ്പർ സുഗു കുറ്റിക്കാട്, കാട്ടകമ്പാൽ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മിൻഡോ റെനി, യുവധാര കൺവീനർ VC ഷാജൻ, പഞ്ചായത്ത് മെമ്പർമാരായ യദുകൃഷ്ണ, ജിഷ്ണു, ലോക്കൽ കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവർ സംസാരിച്ചു. യുവധാരാംഗങ്ങൾ നേതൃത്വം നൽകി. 28-ന് രാത്രി 7 മണിക്ക്
വെറ്ററൻസ് 40+ ഫൈനൽ മത്സരത്തിൽ AE പാവറട്ടിയും 5 സ്റ്റാർ തൃശൂരും 8 മണിക്ക് റോയൽ കിങ്സ് പെരിങ്ങന്നൂരും സഫ വട്ടമ്പാടവും തമ്മിൽ ഏറ്റുമുട്ടും. CCTV ന്യൂസ് പെരുമ്പിലാവ്. എരുമപ്പെട്ടി പഞ്ചായത്തിലെ 15-ാം വാർഡിൽ വിവിധ മേഖലകളിൽ പ്രാഗൽഭ്യം തെളിയിച്ചവരെ കോൺഗ്രസ് ആദരിച്ചു. കോട്ടപ്പുറം സ്വദേശികളായ മികച്ച നഴ്സിംഗ് ഓഫീസറിനുള്ള അവാർഡ് നേടിയ OJ മെറീന, മദർ തെരേസ ഇന്റർനാഷണൽ ചാരിറ്റി അവാർഡ് കരസ്ഥമാക്കിയ ഡോക്ടർ PK ലിൻഡോ, അഡ്വക്കേറ്റായി നിയമിതനായ ശ്യാമോഹൻ എന്നിവരെയാണ് ആദരിച്ചത്. കോൺഗ്രസ് എരുമപ്പെട്ടി മണ്ഡലം പ്രസിഡന്റ് അമ്പലപ്പാട്ട് മുരളീധരൻ ഷാൾ അണിയിച്ചു. വാർഡ് മെമ്പർ റിജി ജോർജ് ഉപഹാരം നൽകി. മഹിളാ കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി KR രാധിക, കോൺഗ്രസ് ബ്ലോക്ക് സെക്രട്ടറി PS സുനീഷ്, മുൻ മണ്ഡലം പ്രസിഡന്റ് NK കബീർ, വിനോദിനി മങ്ങാട്, സെബാസ്റ്റ്യൻ കോട്ടപ്പുറം, CT സണ്ണി, PK രാമചന്ദ്രൻ, MC ജോർജ്, ML ഷൈജു എന്നിവർ പങ്കെടുത്തു. ചിറ്റാട്ടുകര സെന്റ് സെബാസ്റ്റ്യൻ ഇടവക ദേവാലയത്തിലെ തിരുനാൾ ഭക്തിനിർഭരമായി ആഘോഷിച്ചു. ആഘോഷമായ തിരുനാൾ തിരുകർമ്മങ്ങൾക്ക് ഫാദർ ജേക്കബ് പള്ളിപ്പുറത്ത് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഫാദർ മിഥുൻ ചുങ്കത്ത് സന്ദേശം നൽകി. ഫാദർ ജെയ്സൺ പുതുപ്പള്ളി സഹകാർമ്മികനായി. ഇടവക വിശ്വാസികൾ അണിനിരന്ന പ്രദക്ഷിണം ആരംഭിച്ച് കിഴക്കേത്തല വേളാങ്കണ്ണി മാതാവിന്റെ കപ്പേളയിലെത്തിച്ചേരുകയും തിരിച്ച് ഇടവക ദേവാലയത്തിലെത്തി സമാപിച്ചു. തുടർന്ന് സൗജന്യ ഊട്ടുസദ്യയുണ്ടായിരുന്നു. തുടർന്ന് വീടുകളിലേക്ക് വളയെഴുന്നള്ളിപ്പുകൾ ആരംഭിച്ച് വേളാങ്കണ്ണി മാതാവിന്റെ കപ്പേളയിൽ സമാപിച്ചു. തുടർന്ന് നൊവേന, ലതീഞ്ഞ്, നേർച്ചപ്പായസ വിതരണം എന്നിവയുണ്ടായി. തിരുനാളാഘോഷത്തിന് ഇടവക വികാരി ഫാദർ വിൽസൺ പിടിയത്ത്, സഹവികാരി ഫാദർ ജെയ്സൺ പുതുപ്പള്ളിൽ, കൈക്കാരന്മാരായ PJ ലിയോ, PK ആന്റണി, PV പിയൂസ്, ജനറൽ കൺവീനർ CD ജോജു എന്നിവർ നേതൃത്വം നൽകി. CCTV ന്യൂസ് കേച്ചേരി. പുതിയ അധ്യയന വർഷം ആരംഭിക്കാനിരിക്കെ SFI സംസ്ഥാന വ്യാപകമായി സംഘടിപ്പിക്കുന്ന ക്യാമ്പയിന്റെ ഭാഗമായി SFI പ്രവർത്തകർ സ്കൂളുകളിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി. ചിറ്റാട്ടുകര ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പൂവത്തൂർ സെന്റ് ആന്റണീസ് UP സ്കൂളിൽ നടന്ന ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം SFI മുൻ കേന്ദ്ര കമ്മിറ്റി അംഗം PG സുബിദാസ് നിർവഹിച്ചു. SFI ലോക്കൽ കമ്മിറ്റി പ്രസിഡന്റ് PG സൂരജ് അധ്യക്ഷനായി. ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി അരുന്ധതി, പ്രധാനാധ്യാപകൻ CF ഷാജു, എളവള്ളി ഗ്രാമപഞ്ചായത്ത് വികസന സ്ഥിരം സമിതി ചെയർമാൻ KD വിഷ്ണു, പഞ്ചായത്ത് അംഗം ജീന അശോകൻ, PK രമേശ്, ചിറ്റാട്ടുകര സഹകരണ ബാങ്ക് ഡയറക്ടർ അശോകൻ മൂക്കോല, AR ഹരീഷ്, SFI പ്രവർത്തകരായ ദേവി ചന്ദന VR, സൂരജ് PS, ഷിബിൻ PM, അതുൽ കൃഷ്ണ KR, ജോയൽ AJ, ഹൃദ്യ, സംജിത് കുമാർ എന്നിവർ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. IPC കുന്നംകുളം സെന്റർ ചാരിറ്റി ബോർഡ് അഹല്യ കണ്ണാശുപത്രിയുമായി സഹകരിച്ച് ചൊവ്വാഴ്ച പോർക്കുളം കരുവാൻപടി IPC എബനൈസർ ചർച്ചിൽ സൗജന്യ നേത്ര ചികിത്സാ ക്യാമ്പ് സംഘടിപ്പിക്കും. രാവിലെ 9-ന് IPC കുന്നംകുളം സെന്റർ മിനിസ്റ്റർ പാസ്റ്റർ സാം വർഗീസ് ഉദ്ഘാടനം ചെയ്യും. ഉച്ചവരെ നീണ്ടുനിൽക്കുന്ന ക്യാമ്പിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ 75 61 09 78 79 82 81 88 79 93 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടുക. ബാലസംഘം മണലൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പലസ്തീൻ ജനതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് റാലിയും സംഗമവും സംഘടിപ്പിച്ചു. പൂവത്തൂരിൽ നടന്ന സംഗമത്തിന്റെ ഉദ്ഘാടനം SFI മുൻ കേന്ദ്ര കമ്മിറ്റി അംഗം PG സുബിദാസ് നിർവഹിച്ചു. ബാലസംഘം ഏരിയ പ്രസിഡന്റ് മാധവ് കൃഷ്ണ അധ്യക്ഷനായി. ഏരിയ കൺവീനർ MV ഷാജി, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ KK മനോജ്, ശോഭ രഞ്ജിത്ത്, PS ഹൃദ്യ, പൂക്കാസ ഏരിയ സെക്രട്ടറി RA അബ്ദുൽ ഹക്കീം, TC ശ്രീജിത്ത് എന്നിവർ സംസാരിച്ചു. ചാലിശ്ശേരി പെരുമണ്ണൂർ യുവധാര കലാകായിക സാംസ്കാരിക വേദി കഴിഞ്ഞ ഒരാഴ്ചയായി കോട്ടക്കാവ് ക്ഷേത്ര മൈതാനത്തൊരുക്കിയ 11ാമത് ഫുട്ബോൾ ടൂർണമെന്റിൽ താജ് പന്നിത്തടം ജേതാക്കളായി. ഫൈനൽ മത്സരത്തിൽ ORPC കേച്ചേരിയെ എതിരില്ലാത്ത ഒരു ഗോളിന് പരാജയപ്പെടുത്തിയാണ് താജ് പന്നിത്തടം ജേതാക്കളായത്. ഫൈനൽ മത്സരം ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് PR കുഞ്ഞുണ്ണി ഉദ്ഘാടനം ചെയ്തു. യുവധാര രക്ഷാധികാരി വേണു കുറുപ്പത്ത് അധ്യക്ഷനായി. വിദ്യാമണികണ്ഠൻ, MM അഹമ്മദുണ്ണി, ഷഹനാസ് റിയാസ്, ചാലിശ്ശേരി പോലീസ് സബ് ഇൻസ്പെക്ടർ KI ഡേവി എന്നിവർ വിശിഷ്ടാതിഥികളായി ടീമംഗങ്ങളെ പരിചയപ്പെട്ടു. ജേതാക്കൾക്ക് പെരുമ്പിലാവ് വിദ്യാ റെസിഡൻസി നൽകുന്ന ക്യാഷ് പ്രൈസ്, ശിവൻ മെമ്മോറിയൽ വിന്നേഴ്സ് ട്രോഫിയും ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് PR കുഞ്ഞുണ്ണി, വിദ്യാമണികണ്ഠൻ എന്നിവരും, സലീം സോമിൽ നൽകുന്ന ക്യാഷ് പ്രൈസും ഷഹനാസ് സിൽക്ക് നൽകിയ റണ്ണേഴ്സ് ട്രോഫിയും MM അഹമ്മദുണ്ണി, റിയാസ് എന്നിവരും വിതരണം ചെയ്തു. വിശിഷ്ടാതിഥികളെ ക്ലബ്ബ് ഭാരവാഹികൾ ആദരിച്ചു. പെരുമണ്ണൂരിന്റെ കലാകായിക രംഗത്തും സാംസ്കാരിക രംഗത്തും മാതൃകയായി പ്രവർത്തിക്കുന്ന യുവധാര ഇതിനകം നിരവധി കാരുണ്യ പ്രവർത്തനങ്ങളാണ് നടത്തിയിട്ടുള്ളത്. ക്ലബ്ബ് രക്ഷാധികാരി ബാലൻ, ക്ലബ്ബ് പ്രസിഡന്റ് വിഷ്ണു, സെക്രട്ടറി റാഷിദ്, ട്രഷറർ റാഫി, ടൂർണമെന്റ് കമ്മിറ്റി ചെയർമാൻ അഭിജിത്ത്, വൈസ് ചെയർമാൻ ശ്രീജിത്ത്, പബ്ലിസിറ്റി ചെയർമാൻ ആകാശ് എന്നിവർ നേതൃത്വം നൽകി.
CCTV ന്യൂസ് പെരുമ്പിലാവ്. വേലൂരിൽ 100-ൽ പരം വിദ്യാർത്ഥികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ജീവജ്വാല ടാലന്റ് ഹണ്ട് 2024 സംഘടിപ്പിച്ചു. ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ചടങ്ങ് KFRI സീനിയർ സയന്റിസ്റ്റ് ഡോക്ടർ TV സജീവ് ഉദ്ഘാടനം ചെയ്തു. വേലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TR ഷോബി അധ്യക്ഷനായി. ജീവജ്വാല അക്കാദമി ഓഫ് ആർട്സിന്റെ നേതൃത്വത്തിലാണ് കുട്ടികൾക്കുള്ള വ്യക്തിത്വ നൈപുണ്യ വികസന ശില്പശാല നടത്തിയത്. പ്രഗത്ഭരായ അധ്യാപകരുടെ വിദ്യാഭ്യാസ പഠന പ്രവർത്തനങ്ങളിലൂടെ കുട്ടികളിലെ സർഗാത്മക കഴിവുകൾ കണ്ടെത്തി സാമൂഹ്യ പ്രതിബദ്ധതയുള്ള കുട്ടിക്കൂട്ടത്തെ സൃഷ്ടിക്കുകയാണ് വ്യക്തിത്വ നൈപുണ്യ വികസന ശില്പശാല കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വിദ്യാഭ്യാസ വിദഗ്ധൻ ഡോക്ടർ ബെന്നി ജേക്കബ് C, മൊബൈൽ ആപ്പ് ഡെവലപ്പർ C അഭിനവ്, സെന്റ് അലോഷ്യസ് കോളേജ് പ്രൊഫസർ ഡോക്ടർ ജെയിൻ J തേറാട്ടിൽ, ശ്രീകൃഷ്ണ കോളേജ് പ്രൊഫസർ ഡോക്ടർ ബ്രിനീഷ് R, ക്യാമ്പ് ഡയറക്ടർ ബിഞ്ചു ജേക്കബ് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. SSLC +2 CBSE പരീക്ഷകളിൽ മികച്ച വിജയം കൈവരിച്ച വിദ്യാർത്ഥികൾക്ക് വിവിധ സംഘടനകളുടെയും രാഷ്ട്രീയ പാർട്ടികളുടെയും കൂട്ടായ്മകളുടെയും നേതൃത്വത്തിൽ ആദരമൊരുക്കി. പഠനോപകരണങ്ങളും വിതരണം ചെയ്തു. വിശദാംശങ്ങളിലേക്ക്. യൂത്ത് കോൺഗ്രസ് എരുമപ്പെട്ടി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്തിലെ SSLC +2 പരീക്ഷകളിൽ വിജയം നേടിയ മുഴുവൻ വിദ്യാർത്ഥികളെയും രാജീവ് ഗാന്ധി പുരസ്കാരം നൽകി അനുമോദിച്ചു. DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അജു നെല്ലുവായ് അധ്യക്ഷനായി. അഡ്വക്കേറ്റ് TS മായാദാസ് മുഖ്യപ്രഭാഷണം നടത്തി. UDF നിയോജക മണ്ഡലം കൺവീനർ അമ്പലപ്പാട്ട് മണികണ്ഠൻ, KSU മണ്ഡലം പ്രസിഡന്റ് ഷിയാസ് ചിറ്റണ്ട, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് മുരളീധരൻ അമ്പലപ്പാട്ട്, മഹിളാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി KR രാധിക, ബ്ലോക്ക് പ്രസിഡന്റ് സഫീന അസീസ്, PS സുനീഷ്, ചന്ദ്രപ്രകാശ് ഇടമന, NK കബീർ, യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് മഹേഷ്, KSU ജില്ലാ പ്രസിഡന്റ് ഗോകുൽ ഗുരുവായൂർ തുടങ്ങിയവർ സംസാരിച്ചു. അക്കിക്കാവ് TMVHS സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയായ ഓർമ്മക്കൂട് അനുമോദന സദസ്സ് നടത്തി. ഓർമ്മക്കൂട് കൂട്ടായ്മ അംഗങ്ങളുടെ മക്കളിൽ SSLC +2 വിഭാഗങ്ങളിൽ വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെയാണ് ഉപഹാരം നൽകി അനുമോദിച്ചത്. കടവല്ലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് PI രാജേന്ദ്രൻ ഉദ്ഘാടനം നിർവഹിച്ചു. സംഘടനാ പ്രസിഡന്റ് ജമാൽ കരിക്കാട് അധ്യക്ഷത വഹിച്ചു. എഡ്യൂസ്മാർട്ട് ട്യൂഷൻ സെന്ററിൽ നടന്ന സദസ്സിന് ഓർമ്മക്കൂട്ട് അംഗങ്ങളായ രജീഷ് P രാഘവൻ, അഷ്റഫ് അലി, ഘോഷ് കുമാർ, ബദ്രുദ്ദീൻ, ശ്രീകല ബാബു, വിനോദ്, ബിന്ദു വിജയ തുടങ്ങിയവർ നേതൃത്വം നൽകി. തുടർന്ന് വിദ്യാർത്ഥികൾക്ക് ഡോക്ടർ P രഞ്ജിത്തിന്റെ മോട്ടിവേഷൻ ക്ലാസും ഉണ്ടായിരുന്നു. കാട്ടകമ്പാൽ മേഖല കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന അനുമോദന സമ്മേളനം മുൻ ജില്ലാ പഞ്ചായത്ത് അംഗം K ജയശങ്കർ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ 150ഓളം വിദ്യാർത്ഥികൾക്ക് പഠനോപകരണ വിതരണവും നടത്തി. KV മണികണ്ഠൻ അധ്യക്ഷനായി. സഹകരണ ബാങ്ക് പ്രസിഡന്റ് ബിജോയ് B തോലത്ത്, ശശിധരൻ കണ്ടംപുള്ളി, NK അബ്ദുൾ മജീദ്, VK മുഹമ്മദ്, ജനാർദ്ദനൻ നായർ, ശ്രീധരൻ കാട്ടകമ്പാൽ, ലക്ഷ്മി പനോക്കിൽ, സോണി സക്കറിയ തുടങ്ങിയവർ സംസാരിച്ചു. പഴഞ്ഞി സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രലിലെ യുവജന പ്രസ്ഥാനം പഠനോപകരണം വിതരണം ചെയ്തു. ഇടവക വികാരി ഫാദർ ജോൺ അധ്യക്ഷത വഹിച്ചു. വിദ്യാധരവ് എന്ന പേരിൽ നടന്ന അനുമോദന സദസ്സിന്റെയും പഠനോപകരണ വിതരണത്തിന്റെയും ഉദ്ഘാടനം സഹവികാരി ഫാദർ ആന്റണി പൗലോസ് നിർവഹിച്ചു. കൈസ്ഥാനി സന്തോഷ്, പള്ളി സെക്രട്ടറി സലിൻ C സൈമൺ എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. യുവജന പ്രസ്ഥാനം സെക്രട്ടറി ഡെൻസൺ സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി അജിൻ സാം നന്ദിയും പറഞ്ഞു. റെഡ്സ് ചാരിറ്റി അറക്കലിന്റെ നേതൃത്വത്തിൽ സൗജന്യ പഠനോപകരണ വിതരണം കടവല്ലൂർ ഗ്രാമപഞ്ചായത്ത് 7ാം വാർഡ് മെമ്പർ നിർമ്മല ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. ബക്കർ അറക്കൽ അധ്യക്ഷത വഹിച്ചു. ചാരിറ്റി പ്രവർത്തകരായ മുനീർ, പ്രശാന്ത്, ഷമീർ, ഹംസ, ഖാദർ, മുത്തു, സന്ദീപ് തുടങ്ങിയവർ നേതൃത്വം നൽകി. റൌഫ് സ്വാഗതവും ഇബ്രാഹിം അറക്കൽ നന്ദിയും പറഞ്ഞു. തലക്കോട്ടുകര ഭഗവതി ക്ഷേത്രത്തിലെ മാതൃസമിതിയുടെ ആഭിമുഖ്യത്തിൽ വിദ്യാഗോപാല മന്ത്രാർച്ചനയും പുരസ്കാര വിതരണവും നടന്നു. മാതൃസമിതി പ്രസിഡന്റ് പത്മാവതി മോഹൻ അധ്യക്ഷത വഹിച്ചു. കൊച്ചിൻ ദേവസ്വം ബോർഡ് അംഗം പ്രേംരാജ് ചൂണ്ടലാത്ത് ഉദ്ഘാടനം ചെയ്തു. ക്ഷേത്രം ഉപദേശക സമിതി പ്രസിഡന്റ് P മാധവൻ, മാതൃസമിതി സെക്രട്ടറി സിന്ധു സുബ്രഹ്മണ്യൻ, കൊച്ചിൻ ദേവസ്വം ഓഫീസർ ഹരിശങ്കർ, ക്ഷേത്രം ഉപദേശക സമിതി സെക്രട്ടറി VV രാജൻ, സുനിത ഹരിദാസ് എന്നിവർ സംസാരിച്ചു. 60-ലധികം വിദ്യാർത്ഥികൾ പങ്കെടുത്തു. എയ്യാൽ ഗ്രാമസഭാ സൗഹൃദ വാട്സ്ആപ്പ് കൂട്ടായ്മ പഠനോപകരണ വിതരണവും അനുമോദന സദസ്സും നടത്തി. അകാലത്തിൽ മരണമടഞ്ഞ ഗ്രൂപ്പ് അഡ്മിൻ KC ജയന്റെ സ്മരണയ്ക്കായാണ് അക്ഷരപ്പൂക്കൾ എന്ന പേരിൽ അനുമോദന സദസ്സും പഠനോപകരണ വിതരണവും സംഘടിപ്പിച്ചത്. എയ്യാൽ TM ഹാളിൽ നടന്ന സദസ്സിന്റെ ഉദ്ഘാടനം കടങ്ങോട് പഞ്ചായത്ത് പ്രസിഡന്റ് മീന സാജൻ നിർവഹിച്ചു. ഗ്രൂപ്പ് അഡ്മിൻ EF തോമസ് അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ കലാകായിക, ഔദ്യോഗിക പഠന മേഖലകളിൽ മികവ് തെളിയിച്ച വ്യക്തികളെ ഉപഹാരം നൽകി ആദരിച്ചു. മേഖലയിൽ നിന്നും തെരഞ്ഞെടുത്ത 100ഓളം വിദ്യാർത്ഥികൾക്ക് പഠനോപകരണ കിറ്റ് വിതരണം ചെയ്തു.
ഗ്രൂപ്പ് അഡ്മിൻമാരായ അഭിലാഷ് വിഷയാവതരണം നടത്തി, സുജീഷ് പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. കടങ്ങോട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PS പുരുഷോത്തമൻ, പഞ്ചായത്ത് മെമ്പർമാരായ KR സിമി, MK ശശിധരൻ, AL ജുമാ മസ്ജിദ് ഖത്തീബ് ഇബ്രാഹിം ഫൈസി, സെന്റ് ഫ്രാൻസിസ് സേവിയർ പള്ളി വികാരി ഫാദർ ഷിൻഡോ തലക്കോട്ടൂർ, AL ക്ഷേത്രം മേൽശാന്തി ജയകൃഷ്ണൻ നമ്പൂതിരിപ്പാട് എന്നിവർ സംസാരിച്ചു. ഗേങ്ങേഴ്സ് കലാവേദി പന്നിത്തടത്തിന്റെ നേതൃത്വത്തിൽ നടന്ന ആദരവ് 2024 ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ KK മണി ഉദ്ഘാടനം ചെയ്തു. സാമൂഹിക പ്രവർത്തകൻ കരീം പന്നിത്തടം മുഖ്യപ്രഭാഷണം നടത്തി. ക്ലബ് പ്രസിഡന്റ് അർഷാദ് അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ ക്ലബ് വൈസ് പ്രസിഡന്റ് ബബിൻ TB, ജോയിന്റ് സെക്രട്ടറി അഖിൽ CV എന്നിവർ സംസാരിച്ചു. മെമ്പർമാരായ വിശാഖ് KN, വിജിൽ CV, ലാൽ, ഇർഷാദ്, ഷാഫി, ഷനു എന്നിവർ നേതൃത്വം നൽകി. ക്ലബ് സെക്രട്ടറി ആഷിഫ് അഹമ്മദ് സ്വാഗതവും ബിനിൽ KK നന്ദിയും പറഞ്ഞു. DYFI പാറന്നൂർ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ പാറന്നൂർ ജനകീയ വായനശാല ഹാളിൽ നടന്ന MM രാഘവൻ മെമ്മോറിയൽ വിദ്യാഭ്യാസ അവാർഡ് വിതരണം CPM കുന്നംകുളം ഏരിയ സെക്രട്ടറി MN സത്യൻ ഉദ്ഘാടനം ചെയ്തു. DYFI യൂണിറ്റ് പ്രസിഡന്റ് PV നിരഞ്ജന അധ്യക്ഷയായി. ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രേഖ സുനിൽ, CPM ഏരിയ കമ്മിറ്റി അംഗം MB പ്രവീൺ, DYFI നേതാക്കളായ NS ജിഷ്ണു, ഹസനുൽ ബന്ന, നന്ദൻ, CPM ചൂണ്ടൽ ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ വത്സൻ പാറന്നൂർ, PC രതീഷ്, DYFI യൂണിറ്റ് ഭാരവാഹികൾ തുടങ്ങിയവർ സംസാരിച്ചു. കോൺഗ്രസ് പട്ടിക്കര വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പട്ടിക്കര MMLP സ്കൂളിൽ നടന്ന അനുമോദന ചടങ്ങ് KPSTA സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഷാഹിദ റഹ്മാൻ ഉദ്ഘാടനം ചെയ്തു. വാർഡ് പ്രസിഡന്റ് KM ഷറഫുദ്ദീൻ അധ്യക്ഷനായി. മണ്ഡലം സെക്രട്ടറി PS മൊയ്തുണ്ണിക്കുട്ടി, ബൂത്ത് പ്രസിഡന്റ് MA അഷ്കർ, NK ഹംസ, ഹബീബ് റഹ്മാൻ, മനാഫ് മണലി, AA റസാഖ്, സുരേഷ്, ദിനേശൻ എന്നിവർ സംസാരിച്ചു. കുരഞ്ഞിയൂർ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ നടന്ന ആദര ചടങ്ങിൽ മുതിർന്ന ലീഗ് നേതാവ് അബ്ദുള്ളക്കുട്ടി മൊമെന്റോ നൽകി. ബക്കർ അധ്യക്ഷത വഹിച്ചു. NK മുസ്തഫ മുഖ്യപ്രഭാഷണം നടത്തി. ഫത്താഹ്, മുഹമ്മദ്, കരീം, സുലൈമാൻ, അഷ്റഫ്, സജീർ തുടങ്ങിയവർ പങ്കെടുത്തു. വേലൂർ പഞ്ചായത്ത് 13-ാം വാർഡ് വെള്ളാറ്റന്നൂർ അയ്യങ്കോവിൽക്കുളം വാർഡ് മെമ്പറും വികസനകാര്യ ചെയർമാനുമായ ജോയ് CFന്റെ നേതൃത്വത്തിൽ CPMന്റെയും DYFIയുടെയും പൊതുജനങ്ങളുടെയും പങ്കാളിത്തത്തോടെ ശുചീകരിച്ചു. കുളത്തിൽ വെള്ളം നിറഞ്ഞതോടെ പായൽ നിറഞ്ഞും പൊന്തക്കാട് മൂലവും കുളത്തിൽ ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു. വെള്ളാറ്റന്നൂരിലെയും പരിസര പ്രദേശത്തുള്ളവരും നീന്തൽ പഠിക്കുവാനും കുളിക്കുവാനും ഉപയോഗിച്ചിരുന്ന കുളമാണ് അയ്യങ്കോവിൽ കുളം. പൊതുപ്രവർത്തകരായ ശശിധരൻ, അജിത് കുമാർ, ഉണ്ണികൃഷ്ണൻ, ബാലകൃഷ്ണൻ, പ്രകേഷ്, വിജയൻ, DYFI പ്രവർത്തകർ, സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ ജനപങ്കാളിത്തത്തോടെയാണ് ശുചീകരണ പ്രവർത്തനം നടത്തിയത്. അറുപത് വർഷങ്ങൾ നീണ്ട ദാമ്പത്യ ജീവിതം ആഘോഷമാക്കി ദമ്പതികൾ. പരസ്പരം സ്നേഹിച്ചും സഹകരിച്ചും പങ്കുവച്ചും ഭാര്യ ഭർതൃബന്ധത്തിന്റെ കെട്ടുറപ്പിൽ 60 വർഷം പൂർത്തീകരിക്കുകയാണ് ഞമനേങ്ങാട് മിഖായേൽ, വാഴപ്പള്ളി, ജോസ്, റോസി ദമ്പതികൾ. 1964 മെയ് മാസം 25-ാം തീയതിയാണ് വേലൂരിൽ പൊറിഞ്ചു ഏലിയ ദമ്പതികളുടെ മകളായ റോസിയെ ജോസ് വിവാഹം കഴിക്കുന്നത്. പിന്നീട് ഒരു മനസ്സോടെ ജീവിതം ആരംഭിച്ചു. സന്തോഷത്തിലും ദുഃഖത്തിലും ഒരുമിച്ച് നിന്ന ദമ്പതികൾ മുന്നിൽ വരുന്ന പ്രതിസന്ധികളെയും ഒരേ മനസ്സോടെ നേരിട്ടു. സൈനികനായിരുന്ന ജോസ് 20 വർഷത്തെ സേവനത്തിനു ശേഷമാണ് നാട്ടിൽ സ്ഥിരതാമസമാക്കുന്നത്. 1980-ൽ സർവീസിൽ നിന്നും വിരമിച്ച് നാട്ടിൽ തിരിച്ചെത്തിയ ജോസ് 1995-ൽ സ്വന്തമായി ഓയിൽ മിൽ ആരംഭിച്ചു. മിഖായേൽ എന്ന് നാമധേയം ആരംഭിച്ച സ്ഥാപനത്തിൽ ഭക്ഷ്യ എണ്ണയുടെ ഉൽപാദനവും വിപണനവുമായിരുന്നു. തുടർന്നങ്ങോട്ട് ധനകാര്യ സ്ഥാപനങ്ങൾ, ചിട്ടി കമ്പനി, ജ്വല്ലറി തുടങ്ങി വിവിധ മേഖലകളിൽ കേരളത്തിലും തമിഴ്നാട്ടിലുമായി ഇപ്പോൾ നിരവധി സ്ഥാപനങ്ങളുടെ ഉടമയായ ജോസിനൊപ്പം റോസിയുടെ പിന്തുണയും മുതൽക്കൂട്ടായി. അറുപത് വർഷത്തോളം ദാമ്പത്യം പങ്കുവച്ച ജോസ് റോസി ദമ്പതികളുടെ വിവാഹ വാർഷികാഘോഷം മക്കളും മരുമക്കളും പേരക്കുട്ടികളും ചേർന്ന് കളറാക്കി. കേക്ക് മുറിച്ചും മാലയിട്ടും മോതിരമണിയിച്ചും കളഭം ചാർത്തിയും വീണ്ടും ഒരു വിവാഹ സുദിനത്തിന് സാക്ഷ്യം വഹിക്കുകയായിരുന്നു ഇരുവരും. CCTV ന്യൂസ്, പുന്നയൂർകുളം.
ചൂണ്ടൽ പഞ്ചായത്തിലെ 13-ാം വാർഡ് പെരുമണ്ണിൽ വാർഡ് തല ശുചീകരണം നടന്നു. ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി വില്യംസ് ഉദ്ഘാടനം നിർവഹിച്ചു. വാർഡ് മെമ്പർ സുനിത ഉണ്ണികൃഷ്ണൻ അധ്യക്ഷയായി. ചൂണ്ടൽ പഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രം ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ അജിത്ത് ബോധവൽക്കരണ ക്ലാസ് നടത്തി. ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് KP രമേശ്, പഞ്ചായത്ത് ആസൂത്രണ സമിതി അംഗം സച്ചിൻ പ്രകാശ്, വർക്കിംഗ് ഗ്രൂപ്പ് അംഗം KA മോഹനൻ, കുടുംബശ്രീ CDS അംഗം സീന സുരേഷ്, ആശാ വർക്കർ സുധ അനിൽ എന്നിവർ നേതൃത്വം നൽകി. പ്രവർത്തനങ്ങളിൽ തൊഴിലുറപ്പ് തൊഴിലാളികൾ, അങ്കണവാടി ജീവനക്കാർ, കുടുംബശ്രീ പ്രവർത്തകർ, രാഷ്ട്രീയ സാമൂഹിക പ്രവർത്തകർ എന്നിവർ പങ്കാളികളായി. കടവല്ലൂർ ചാരിറ്റബിൾ സൊസൈറ്റിയും കൊണ്ടോട്ടി ശിഹാബ് തങ്ങൾ ഡയാലിസിസ് സെന്ററും സംയുക്തമായി സൗജന്യ കിഡ്നി രോഗനിർണയ ക്യാമ്പും ബോധവൽക്കരണ ക്ലാസും നടത്തി. കടവല്ലൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന പരിപാടി സ്കൂൾ പ്രിൻസിപ്പൽ K. വൃന്ദ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ സൊസൈറ്റി പ്രസിഡന്റ് VTK രാജൻ അധ്യക്ഷനായി. പ്രശസ്ത കിഡ്നി രോഗവിദഗ്ധനായ ഡോക്ടർ തോമസ് മാത്യു വീഡിയോ വഴിയും ഡയാലിസിസ് സെന്റർ ഡയറക്ടർ P. രായൻകുട്ടി എന്നിവർ ബോധവൽക്കരണ ക്ലാസ് എടുത്തു. പഞ്ചായത്ത് അംഗങ്ങളായ KU നാസർ, MK രാജേഷ്, PM നിഷിൽകുമാർ, ഡോക്ടർ രാമചന്ദ്രൻ, K. ഉദയകുമാർ, P. ശശികുമാർ എന്നിവർ സംസാരിച്ചു. 15 വർഷം മുമ്പ് കടവല്ലൂരിൽ രോഗാവസ്ഥയിലായ വ്യക്തിക്ക് ലിവർ ശസ്ത്രക്രിയയ്ക്ക് പണം സ്വരൂപിക്കാനായി തുടങ്ങിയ ജനകീയ കമ്മിറ്റി പിന്നീട് കടവല്ലൂർ ചാരിറ്റബിൾ സൊസൈറ്റിയായി മാറുകയായിരുന്നു. കഴിഞ്ഞ 12 വർഷമായി ആതുര സേവന രംഗത്ത് സജീവമായി പ്രവർത്തിക്കുന്ന സംഘടന ഇതിനകം 8 ലക്ഷത്തോളം രൂപ കാരുണ്യ പ്രവർത്തനങ്ങൾക്കായി ചെലവഴിച്ചു. നിലവിൽ രോഗികളായവർക്ക് മരുന്നും നൽകി വരുന്നുണ്ട്. സൊസൈറ്റി പ്രസിഡന്റ് VTK രാജൻ, സെക്രട്ടറി KK ഗോപാലൻ, ട്രഷറർ P. ശശികുമാർ, മുഹമ്മദ് ഹാജി മാനം കണ്ടത്ത്, KB അരവിന്ദൻ എന്നിവർ നേതൃത്വം നൽകി. CCTV ന്യൂസ് പെരുമ്പിലാവ്. മന്ദലാകുന്ന് പള്ളി ഷെയ്ഖ് ഹൽറമി തങ്ങളുടെ ഉറൂസിന് തുടക്കം കുറിച്ച് മുട്ടുംവിളി തുടങ്ങി. പാലക്കാട് സ്വദേശി ഉസ്താദ് ഹുസൈനും സംഘവുമാണ് ഉറൂസ് വരവ് അറിയിച്ച് വീടുകളിലെത്തി ഷെഹനായി വിളിച്ചും ചെണ്ടകൊട്ടിയും ഉറൂസ് അറിയിക്കുന്നത്. മെയ് 30, 31, ജൂൺ 1, 2 തീയതികളിലാണ് ഉറൂസ് നടക്കുന്നത്. തിങ്കളാഴ്ച രാവിലെ ജാറത്തിങ്കിൽ പ്രാർത്ഥന നടത്തിയതിനു ശേഷം തുടക്കം കുറിച്ച മുട്ടുംവിളി മഹൽ പ്രസിഡന്റ് M. അലാവുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. ഉറൂസ് ചെയർമാൻ മുഹമ്മദ് ആരിഫ് കരിയാടൻ അധ്യക്ഷത വഹിച്ചു. മഹല്ല് ഖത്തീബ് നിസാർ അൽസനി ദുവ നേതൃത്വം നൽകി. ജനറൽ സെക്രട്ടറി MK അബൂബക്കർ, സെക്രട്ടറി KK ഇസ്മായിൽ, കൺവീനർ MA ഹനീഫ, ട്രഷറർ KM സൈദാലി തുടങ്ങിയവർ നേതൃത്വം നൽകി. കുന്നംകുളം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ജവഹർലാൽ നെഹ്റുവിന്റെ ചരമദിനം മതേതരത്വ സംരക്ഷണ ദിനമായി ആചരിച്ചു. DCC ജനറൽ സെക്രട്ടറി ബിജോയ് ബാബു ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് CB രാജീവ് അധ്യക്ഷത വഹിച്ചു. നേതാക്കളായ KV ഗീവർ, ഷാജി ആലിക്കൽ, മിനി മോൺസി, ഉണ്ണി ഏർത്ത്, ജയൻ പള്ളിക്കര, MV സുരേഷ്, നിഷ ജയേഷ്, ആന്റണി തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി. കാട്ടകമ്പാൽ പഞ്ചായത്തിലെ ജെറുസലേം പഴഞ്ഞി റോഡരികിൽ വെള്ളം ഒഴുകിപ്പോകുന്ന കലുങ്ക് വൃത്തിയാക്കിയില്ല. പാഴ്പുല്ലുകൾ നിറഞ്ഞ കലുങ്കിലൂടെ വെള്ളം ഒലിച്ചു പോകുന്നില്ലെന്ന് നാട്ടുകാർ പരാതിപ്പെട്ടു. ജെറുസലേം ഭാഗത്തു നിന്നുള്ള മഴവെള്ളം കലുങ്കിനടിയിലൂടെയാണ് ഒഴുകിപ്പോകാറുള്ളത്. പഴയ കനറ ബാങ്കിന് സമീപമുള്ള കലുങ്ക് വർഷങ്ങളായി വൃത്തിയാക്കാറില്ലെന്ന് നാട്ടുകാർ പറയുന്നു. ഇതോടെ വെള്ളം പലയിടത്തും റോഡിലൂടെയാണ് ഒഴുകുന്നത്. കലുങ്കും കാനയും വൃത്തിയാക്കാൻ നടപടിയെടുക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. കുന്നംകുളം മെയിൻ റോഡ് സെന്റ് ഗ്രിഗോറിയോസ് പള്ളിയുടെ 2024-25 വർഷത്തെ വാർഷിക പൊതുയോഗം ചേർന്നു. വികാരി ഫാദർ മാത്യൂസ് K. ബർസമേഡ് അധ്യക്ഷത വഹിച്ചു. കൈസ്ഥാനിയായി TI ഉല്ലാസ്, സെക്രട്ടറി CK ബാബു, ഓഡിറ്റർ TC സജു, കമ്മിറ്റി അംഗങ്ങളായ VI സ്റ്റീഫൻ, KS സണ്ണി, ഗീവർഗീസ് ഐസക്, PP പീറ്റർ തുടങ്ങിയവരെ തെരഞ്ഞെടുത്തു. SDPI കരിക്കാട് ബ്രാഞ്ചിന്റെ നേതൃത്വത്തിൽ ഷംസുദ്ദീൻ അനുസ്മരണ യോഗം ചേർന്നു. SDPI കുന്നംകുളം മണ്ഡലം വൈസ് പ്രസിഡന്റ് ബാബു വാഴപ്പുള്ളി യോഗം ഉദ്ഘാടനം ചെയ്തു. SDPI കടവല്ലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് NK ഉബൈദ്, കരിക്കാട് ബ്രാഞ്ച് പ്രസിഡന്റ് ഷെരീഫ് ആലുങ്ങൽ, ബ്രാഞ്ച് സെക്രട്ടറി അനസ്, റാഫി താഴത്തേതിൽ, NK മജീദ് എന്നിവർ സംസാരിച്ചു.
ഗുരുവായൂർ GUP സ്കൂളിൽ ഓഫീസ് അസിസ്റ്റന്റ് തസ്തികയിലേക്ക് താൽക്കാലിക നിയമനം നടത്തുന്നു. താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ വ്യാഴാഴ്ച രാവിലെ 10 മണിക്ക് കൂടിക്കാഴ്ചയ്ക്ക് ഹാജരാകണമെന്ന് പ്രധാന അധ്യാപിക അറിയിച്ചു. എരുമപ്പെട്ടി ഗവൺമെന്റ് LP സ്കൂളിൽ ഇടം സാംസ്കാരിക വേദി ശുചീകരണ പ്രവർത്തനം നടത്തി. സ്കൂൾ തുറക്കുന്നതിന്റെ മുന്നോടിയായാണ് സ്കൂൾ പാർക്കും ക്ലാസ് മുറികളും വൃത്തിയാക്കിയത്. ഇടം സെക്രട്ടറി KP ജയൻ, KA ഫരീദ് അലി, സുധീഷ് പറമ്പിൽ, EVS സന്തോഷ്, ഷൗക്കത്ത് കടങ്ങോട്, EK മിനി, KN നിഭേഷ്, സുബ്രു നമ്പിടി, CH സെബിൽ തുടങ്ങിയവർ പങ്കെടുത്തു. CITU ചാവക്കാട് ഈസ്റ്റ് കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ LF സ്കൂളിൽ ശുചീകരണം നടത്തി. കൗൺസിലർ മഞ്ജു സുഷി ഉദ്ഘാടനം ചെയ്തു. കോർഡിനേഷൻ കൺവീനർ KC സുനിൽ, CITU ഏരിയ വൈസ് പ്രസിഡന്റ് TS ദാസൻ, മനോജ് കൂർക്കപ്പറമ്പിൽ, ബവിത എന്നിവർ നേതൃത്വം നൽകി. മോട്ടോർ യൂണിയൻ തൊഴിലാളികൾ, ആശാ വർക്കർമാർ എന്നിവർ ശുചീകരണത്തിൽ പങ്കാളികളായി. WSKF നാഷണൽ ചാമ്പ്യൻഷിപ്പിൽ ഓവറോൾ കിരീടം നേടിയ കരാത്തെ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. വാഗ അയ്യപ്പൻ മാസ്റ്റർ വായനശാലയിൽ നടന്ന അനുമോദന ചടങ്ങിന്റെ ഭാഗമായി വിദ്യാർത്ഥികളുടെ ഘോഷയാത്ര നടന്നു. അനുമോദന ചടങ്ങിൽ സെൻസായ് നിഷാദ് അധ്യക്ഷനായി. തെക്കേപ്പാട്ട് ഉണ്ണികൃഷ്ണൻ, സെൻസായ് ലത്തീഫ് എന്നിവർ മെഡൽ നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. ഉണ്ണികൃഷ്ണൻ തെക്കേപ്പാട്ട്, സെൻസായ് ലത്തീഫ്, നിഷാദ്, സുദേവ് എന്നിവരെ സെൻസായ് ഹരിദാസൻ പൊന്നാട അണിയിച്ച് ആദരിച്ചു. യങ് ബോയ്സ് ബ്രഹ്മകുളത്തിന്റെ ആഭിമുഖ്യത്തിൽ പഴോരെ ഗോവിന്ദൻ നായർ മെമ്മോറിയൽ വിന്നേഴ്സ് ട്രോഫി ഫുട്ബോൾ ടൂർണമെന്റ് നടത്തി. ശരത്ത് കണ്ണഞ്ചിറ ഉദ്ഘാടനം ചെയ്തു. വിജയികൾക്ക് വാർഡ് കൗൺസിലർ BV ജോയ്, ഷാജുകുമാർ എന്നിവർ ചേർന്ന് സമ്മാനദാനം നിർവഹിച്ചു. ആവേശകരമായ ഫൈനൽ മത്സരത്തിൽ ഫിഫ കാറ്ററിംഗ് ഒരുമനയൂർ 1-നെതിരെ 2 ഗോളുകൾക്ക് റെഡ് ഫോർട്ട് ബ്രഹ്മകുളത്തെ പരാജയപ്പെടുത്തി ജേതാക്കളായി. BAMS ബിരുദം നേടിയ ആതിര KS-നെ ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി വില്യംസ് ആദരിച്ചു. ബ്ലോക്ക് ഡിവിഷൻ മെമ്പർ KK മണി, ബ്ലോക്ക് മെമ്പർ സ്വപ്ന റഷീദ്, CPM നെല്ലിക്കുന്ന് ബ്രാഞ്ച് സെക്രട്ടറി ജോജു സ്റ്റീഫൻ, പേങ്ങാട്ടുപാറ ബ്രാഞ്ച് സെക്രട്ടറി CM അഷ്റഫ്, വെള്ളർക്കാട് സഹകരണ ബാങ്ക് ഡയറക്ടർ ബോർഡ് അംഗം സെമീറ അഷ്റഫ്, ബ്രാഞ്ച് അംഗം ഫൈസൽ മാളിയേക്കൽ എന്നിവർ അനുമോദന ചടങ്ങിൽ പങ്കെടുത്തു. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണ്ണ ഗ്രാമിന് 6640 രൂപ, പവന് 53,120 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 96 രൂപ. ചരമം അഞ്ഞൂർ മേലീട്ട് കുടുംബാംഗം MM ആന്റണി നിര്യാതനായി. 68 വയസ്സായിരുന്നു. മുംബൈ മൈസൂർ കെമിക്കൽസിൽ ഉദ്യോഗസ്ഥനായിരുന്നു. നടവരമ്പ് ഐനിക്കൽ വാലപ്പാൻ കുടുംബാംഗം ജാസ്മിനാണ് ഭാര്യ. സംസ്കാരം അഞ്ഞൂർ സെന്റ് ഫ്രാൻസിസ് സേവ്യർ കത്തോലിക്ക പള്ളിയിൽ നടത്തി. ആൻമേരി മകളാണ്. ചാലിശ്ശേരി പടിഞ്ഞാറെ പട്ടിശ്ശേരി താമസിക്കുന്ന മുൻ CITU ചുമട്ടുതൊഴിലാളി പള്ളങ്ങാട്ടിൽ നാരായണൻ നിര്യാതനായി. 65 വയസ്സായിരുന്നു. രമണി ഭാര്യയും അരുൺ, അഭിലാഷ് എന്നിവർ മക്കളുമാണ്. സംസ്കാരം ചെറുതുരുത്തി ശാന്തിതീരത്ത് നടത്തി. ഗുരുവായൂർ ഇരിങ്ങപ്പുറം ഒലയ്ക്കെങ്കിൽ പോൾ നിര്യാതനായി. 75 വയസ്സായിരുന്നു. മേരിക്കുട്ടി ഭാര്യയും പ്രിൻസി, പ്രവീൺ എന്നിവർ മക്കളുമാണ്. സംസ്കാരം തിങ്കളാഴ്ച വൈകിട്ട് 3-ന് ഗുരുവായൂർ സെന്റ് ആന്റണീസ് പള്ളി സെമിത്തേരിയിൽ നടത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ചൂണ്ടൽ വെട്ടുകാട് ക്വാറിയിൽ കുളിക്കാനിറങ്ങിയ 23 വയസ്സുകാരൻ മുങ്ങി മരിച്ചു. കൂനമുച്ചി കൊള്ളനൂർ വീട്ടിൽ സേവ്യറിന്റെ മകൻ നവീനാണ് മരിച്ചത്. ചൂണ്ടൽ കുറ്റിപ്പുറം സംസ്ഥാന പാതയിലെ കുന്നംകുളം മുതൽ പെരുമ്പിലാവ് വരെയുള്ള മേഖലകളിൽ അപകടങ്ങൾ തുടർക്കഥകളാകുന്നു. നിർമ്മാണ ജോലികൾ പാതി വഴിയിൽ നിർത്തിയതും കനത്ത മഴയുമാണ് അപകടങ്ങൾക്ക് കാരണം. കൊച്ചന്നൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ കോമ്പൗണ്ടിനകത്തെ മുറിഞ്ഞുവീണ തേക്കുമരം മുറിച്ചുമാറ്റിയ വിവാദത്തിൽ പ്രതികരണവുമായി സ്കൂൾ പ്രിൻസിപ്പാൾ. ദുരുദ്ദേശപരമായ നീക്കത്തെ താൻ തടഞ്ഞതിനാലാണ് വിവാദങ്ങളിലേക്ക് തന്നെ വലിച്ചിഴച്ചതെന്ന് പ്രിൻസിപ്പാൾ. ഗുരുവായൂരിൽ ബസ് സ്റ്റാൻഡ് നിർമ്മാണത്തിന്റെ ഭാഗമായി ഗതാഗത പരിഷ്കരണം ആരംഭിച്ചു. പരീക്ഷണാടിസ്ഥാനത്തിൽ നടത്തിയ പരിഷ്കാരം വിജയകരമായിരുന്നുവെന്ന് നഗരസഭാ ചെയർമാൻ. നിർമ്മാണത്തിനായി ബസ് സ്റ്റാൻഡ് യാർഡ് പൂർണ്ണമായും അടച്ചു. തൃശൂർ കുറ്റിപ്പുറം റോഡ് നിർമ്മാണ സ്തംഭനം. കോൺഗ്രസ് പ്രക്ഷോഭത്തിലേക്ക്. ബുധനാഴ്ച രാവിലെ കേച്ചേരിയിൽ പാവർട്ടി ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രക്ഷോഭം സംഘടിപ്പിക്കും.
ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.